കേരളത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലയിൽ വലിയ ഒരു കുതിച്ചുചാട്ടം എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഉത്തമമായ ഒരു ഉദാഹരണമെന്ന നിലയിൽ LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികമാരും വിദ്യാർത്ഥിനികളും ചേർന്ന് തയ്യാറാക്കിയ VSAT എന്ന ഉപഗ്രഹം പുതുവത്സര പിറവിയിൽ ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. കേരള സർക്കാരിൻ്റെ സർവ്വവിധ ആശംസകളും ഞാൻ ഈ സന്ദർഭത്തിൽ ഈ സംരംഭത്തിനായി അർപ്പിക്കുകയാണ്. സർക്കാരിൻ്റെ ധനസഹായമായി 31 ലക്ഷം രൂപ ഈ ടീമിന് നൽകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ്. ഈ ടീമിന് നേതൃത്വം നൽകുന്ന ശ്രീമതി ലിസി എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള സമർത്ഥമായ കൂട്ടായ്മ തീർച്ചയായും പ്രത്യേക പരാമർശവും അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. ചാന്ദ്രയാൻ ദൗത്യത്തിലൂടെ കേരളത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലയിൽ പ്രഗത്ഭരായ ഒരുപാട് വ്യക്തികൾ, പ്രത്യേകിച്ച് ചാന്ദ്രയാന് നേതൃത്വം നൽകിയ സോമനാഥിനെ പോലുള്ള ശാസ്ത്രജ്ഞർ ദേശീയ ശ്രദ്ധയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു അവസരത്തിലാണ് LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പൂർണ്ണമായും വനിതാ സംരംഭം എന്ന് പറയാവുന്ന VSAT ലോഞ്ച് ചെയ്യപ്പെടുന്നത്. രാജ്യത്തെ ആദ്യത്തെ വനിതാ ഉപഗ്രഹവും കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി ഉപഗ്രഹവും എന്ന നിലയിലുള്ള സവിശേഷതകൾ LBS വനിതാ കോളേജിലെ ടീം തയ്യാറാക്കിയ വിമൻ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് അഥവാ VSAT എന്ന ഉപഗ്രഹത്തിനുണ്ട്. പുതുവത്സര പിറവിയിൽ രാവിലെ 9:10 കേരളത്തെയും കേരളത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയെയും ഉയരങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് VSAT അതിൻ്റെ ബഹിരാകാശ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ത്യയുടെ 60ാമത് PSLV ദൗത്യത്തെ അടയാളപ്പെടുത്തുന്നതായിരിക്കും ഈ ലോഞ്ചിങ്. PSLV C-58ൻ്റെ ഭാഗമായിട്ടാണ് ഈ വനിതാ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യപ്പെടുക. നമ്മുടെ ബഹിരാകാശ പര്യവേഷണ ശ്രമങ്ങളിലെ ഏറ്റവും തിളക്കമാർന്ന ഒരു അധ്യായമായി VSAT മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംരംഭത്തിന് മുൻകൈയെടുത്ത എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും ഗവേഷകരെയും വിദ്യാർത്ഥികളെയും അതിനെല്ലാം നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ശ്രീമതി ലിസി എബ്രഹാമിനെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.